സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. മഴ മാത്രമല്ല, കാറ്റുണ്ട്, ഇടിമിന്നലിന് സാധ്യതയുണ്ട്. ഇതൊക്കെ കണ്ടുള്ള ജാഗ്രത എല്ലാവരും പാലിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. മഴയുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന എല്ലാ മുന്നറിയിപ്പുകളും നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ പാലിക്കേണ്ടതുമാണ്. മാനസ തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ കാലാവസ്ഥയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. മാനസ, ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ് ഈ ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്? ഒപ്പം തന്നെ കാറ്റിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു, ഇടിമിന്നലിന് സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റു ജാഗ്രതാ നിർദ്ദേശങ്ങൾ, രാത്രിയാത്രാ നിരോധനമുണ്ടോ? തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, തീരദേശ മേഖലയിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? സമഗ്രമായ വിവരങ്ങൾ. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്ന മുന്നറിയിപ്പ്. എങ്കിൽ കൂടിയും നിലവിൽ ഇതുവരെയും ചിലയിടങ്ങളിലൊക്കെയും നേരിയ രീതിയിലുള്ള മഴ മാത്രമാണ് ലഭിക്കുന്നത്. രാവിലെ മുതൽ തിരുവനന്തപുരം നഗരത്തിലും ചെറിയ രീതിയിലുള്ള മഴയുണ്ട്. എങ്കിൽ കൂടിയും ശക്തമായ രീതിയിലേക്ക് മഴയൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഇടത്തരം മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഏതായാലും 7 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയത്. യെല്ലോ മുന്നറിയിപ്പ് ആണ് എങ്കിൽ കൂടിയും ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ കണക്ക് കൂട്ടണമെന്ന് തന്നെയാണ് നേരത്തെയും കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ അലർട്ടുകൾ ഇല്ലാത്ത ജില്ലകളിൽ നേരിയ രീതിയിലുള്ള മഴ, ഇടത്തരം മഴ ലഭിക്കും എന്ന മുന്നറിയിപ്പും ഉണ്ട്. അതുകൊണ്ട് എല്ലാ ജില്ലയിലും ജാഗ്രത മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. നിലവിൽ ഈ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദവും, ഒപ്പം തന്നെ കേരള തീരം മുതൽ വടക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലകൊള്ളുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു നേരിയ രീതിയിലുള്ള മഴ ലഭിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ രാത്രിയാത്രാ നിരോധനമൊന്നും ഈ നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും തീരദേശ മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ നേരിയ രീതിയിലായതിനാൽ തന്നെ ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കും നിലവിൽ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പോകാൻ മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നത്. എങ്കിൽ കൂടിയും വരും ദിവസങ്ങളിലും, അതായത് 7 ദിവസം കൂടിയും ഇത്തരത്തിൽ ഇടത്തരം മഴ ലഭിക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ശരി, ഓക്കെ, താങ്ക് യു മാനസ, താങ്ക് യു. ഞാൻ പിന്നീട് മനസ്സിലേക്ക് വരാം. ഏതായാലും കാലാവസ്ഥാ മുന്നറിയിപ്പ് ഈ രീതിയിലാണ് മുന്നോട്ട് വയ്ക്കുന്നത്.